നഷ്ടപ്പെട്ട 3 കോടി തിരിച്ചു പിടിക്കാൻ 5 കോടി ചെലവാക്കാനും മടിയില്ല എന്നുള്ള സിദ്ദിഖിൻ്റെ ഒരു ഡയലോഗില്ലേ, അതുപോലെ 200 രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോൺ താഴിട്ട് ഉടയ്ക്കാനായിട്ട് ഞാൻ അത്ര മണ്ടിയൊന്നല്ല. പറഞ്ഞു വന്നത് ഈ ഒരു ട്രൈപോഡിൻ്റെ കാര്യമാണ്. ഈ അടുത്ത് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. 300 രൂപയ്ക്ക് താഴെ ഇതിന് വില വരുന്നുള്ളൂ. പക്ഷേ ഒരു ട്രൈപോഡായിട്ട് ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. സെൽഫി സ്റ്റിക്ക് ആയിട്ടാണെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. കാരണം അതിന് ഒരു ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ക്യാമറ ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒക്കെയുള്ള ഒരു സ്വിച്ചും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വൺ ടൈം ആയിട്ട് നമുക്ക് കണ്ടന്റ് ക്രിയേഷനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ട്രൈപോഡിനാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒരു 300 റുപ്പീസ് എക്സ്ട്രാ കൂടെ പേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഓപ്ഷൻസ് നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു ട്രൈപോഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സർഫസിലും ഇത് വെച്ച് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനിയിപ്പോൾ ഫോൺ വെച്ചാൽ തന്നെ ചില ഭാഗത്തേക്ക് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയും കൂടുതലാണ്. ഉയരവും വളരെ കുറവാണ്. അതിന് പകരം ഞാൻ യൂസ് ചെയ്തിരുന്നത് ഒരു 3-4 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ട്രൈപോഡാണിത്. അതിന് അത്യാവശ്യം നല്ല ഉയരമുണ്ട്. അതുപോലെ തന്നെ സ്റ്റേബിളായിട്ട് ഏത് സർഫസിലും ഇരുന്നോളും ചെയ്യും. ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നില്ല, എന്നാലും മറ്റതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണിത്. ഇത് ഞാൻ വാങ്ങിച്ചത് ഒരു 400 റേഞ്ചിലാണ്. ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ.